വായനാ ദിനത്തിൽ 4 നല്ല വർത്തമാനം കേൾക്കാനിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം നമസ്കാരം. ഒരു പുസ്തകത്തിൽ എന്തുണ്ട്? ചെറിയൊരു പ്രപഞ്ചമുണ്ട്, വിളക്കുണ്ട്, വെളിച്ചമുണ്ട്, അറിവുണ്ട്, ജീവിതമുണ്ട്, പ്രകൃതിയുണ്ട്, കാലമുണ്ട്, ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, പോരാട്ടമുണ്ട്. എന്താണില്ലാത്തത്? എല്ലാം ഉണ്ട്. അതിൻ്റെ വൈവിധ്യങ്ങളിലൂടെ കടന്നുപോകുന്ന അനുഭവങ്ങൾ എത്രയെത്ര! പോരെ, ഭാഷയുടെ സൗന്ദര്യ സത്തയാണ് വായനയുടെ ചൈതന്യം. അക്ഷരങ്ങൾ സ്വായത്തമാക്കിയ മനുഷ്യൻ ആശയപ്രധാനമായ വിഷയങ്ങൾ ആവിഷ്കരിക്കാൻ വാക്കുകൾ തേടി, വാചകങ്ങൾ തേടി. വൈകാരിക ശോഭയോടെ അവ ആവിഷ്കരിച്ചപ്പോൾ അനുവാചകർക്ക് രസം തോന്നി. അവരത് സ്വീകരിച്ചു, അംഗീകരിച്ചു, പിന്തുടർന്നു, പ്രചരിപ്പിച്ചു. അങ്ങനെ പുസ്തകം ലോകത്തിൻ്റെ ജ്ഞാനം ഉള്ളടക്കം ചെയ്ത അമൂല്യനിധിയായി. പുസ്തകത്തിനു മുമ്പും എഴുത്തുണ്ടായിരുന്നു, അല്ലേ? എഴുത്തിനു മുമ്പും വാക്കുകളുണ്ടായിരുന്നു, വാക്കിനു മുമ്പും നാദമുണ്ടായിരുന്നു. വാമൊഴി, വരമൊഴി, ചിത്രമൊഴി എന്തെല്ലാം വകഭേദങ്ങളിൽ സംവേദനമുണ്ടായിരുന്നു. ശിലയിലോ, ഗുഹയിലോ, തോലിലോ, ഓലയിലോ, കടലാസിലോ, കമ്പ്യൂട്ടറിലോ, എങ്ങനെയായാലും അക്ഷരങ്ങൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു പുസ്തകം ലോകജീവിതത്തിൻ്റെ സമയരേഖയാണ്. അനുഭവത്തിൻ്റെ ആകെ മുതൽ അടക്കം ചെയ്ത കടലാസ് പേടകമാണത്. തുറന്നാൽ പ്രകാശം, തുറന്നില്ലെങ്കിൽ അന്ധകാരം. കണ്ണുപോലെയാവും അപ്പോൾ, അല്ലേ? ഒരു നല്ല പുസ്തകം സാംസ്കാരിക വെളിച്ചത്തിൻ്റെ ഉദയ കാരണമാണ്. സ്നേഹത്തിൻ്റെ നിറനിലാവാണ്. സത്യത്തിൻ്റെ സൗന്ദര്യ നികേതനമാണ്. മൺമറഞ്ഞതെല്ലാം ചിലപ്പോൾ പുസ്തകത്തിൽ പുനർജനിച്ചേക്കും. കാണാത്ത ലോകങ്ങളുടെ സ്പന്ദനം നമ്മുടെ ഉള്ളംകൈയിൽ അത് എത്തിച്ചു തരും. ലോകത്തെ മാറ്റിമറിച്ച ചിന്തകരെല്ലാം പുസ്തകത്തെയോ പ്രകൃതിയെയോ ഉൾക്കണ്ണോടെ വായിച്ചവരാണ്. പുസ്തകം ആകസ്മികമായ മിന്നലല്ല, അക്കരയ്ക്കുള്ള തോണിയാണ്. പുസ്തകം കൊളുത്താത്ത വിളക്കല്ല, എണ്ണ വറ്റാത്ത തിരിനാളമാണ്. പുസ്തകം എക്കാലവും ജീവിക്കുന്ന ജ്ഞാന തപസ്വിയാണ്. പുസ്തകം കടലാണ്, ഓരോ തിരയും ഓരോ താളാണ്. കൽത്തുറുങ്കിൽ കിടന്നപ്പോഴും വായനയിലൂടെ സ്വാതന്ത്ര്യം അനുഭവിച്ച എത്രയെത്ര നേതാക്കൾ, മഹാന്മാർ ലോകത്തിലുണ്ടെന്നോ. ചങ്കുകണ്ടത്തിൻ്റെ അടിത്തട്ടിച്ചെന്ന തങ്കം കൊണ്ടുള്ള ചെലങ്കയുണ്ടമ്മേ എന്നൊരു നാടൻ വയൽപ്പാട്ട് എന്നും ഓർമ്മയിലുണ്ട്. നിങ്ങളുടെ വായന എന്തുമാകട്ടെ, അതിൻ്റെ ആഴങ്ങളും അർത്ഥങ്ങളും അറിയുമെങ്കിൽ നിങ്ങൾക്ക് ആ ചിലങ്കത്താളത്തിൻ്റെ പൊരുൾ ബോധ്യമാകും. ഏതു മതവിഭാഗവും രാഷ്ട്രീയ സാംസ്കാരിക പരിവർത്തന പ്രസ്ഥാനങ്ങളും പുസ്തക വായനയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആശയപ്രചരണത്തിൻ്റെ അടിത്തറ പുസ്തകങ്ങളാണ്. നമ്മുടെ വീടുകളിൽ പുരാണ പുസ്തകങ്ങളുണ്ട്. വിശ്വാസ ആദർശങ്ങൾക്കും വിജ്ഞാന പോഷണത്തിനും പണ്ടുമുതലേ മനുഷ്യർ പുസ്തകങ്ങളെ ആശ്രയിക്കുന്നു. പുസ്തകം സൂക്ഷിക്കുന്ന ഇടം ഗ്രന്ഥശാലയായി, വായനശാലയായി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ മഹാനായ പ്രചാരകനായിരുന്നു PN പണിക്കർ. അദ്ദേഹത്തെ ഓർക്കാതെ, ആദരിക്കാതെ, ആ വിശിഷ്ട സേവനത്തിൻ്റെ നിസ്വാർത്ഥ മാതൃകയെ വിലമതിക്കാതെ ഈ വാക്കുകൾ അവസാനിപ്പിക്കാനാവില്ല. ബാല്യത്തിൽ അച്ഛൻ പറഞ്ഞ പുരാണ കഥകളും വിദ്യാലയത്തിൽ സിൻബാദിൻ്റെ കഥകളും ഗ്രിമ്മിൻ്റെ കഥകളും മനസ്സിലിടം പിടിച്ചു. ടാഗോറിൻ്റെ കഥാരത്നങ്ങൾ കയ്യിൽ വന്നതോടെ വായനയുടെ ദിശ മാറി. സോവിയറ്റ് നാടോടി കഥകളും പഞ്ചതന്ത്രം കഥകളും ടോൾസ്റ്റോയി കഥകളും ഇസോപ്പ് കഥകളും ബൈബിൾ കഥകളും വായിച്ച് രസം പിടിച്ചു. വിക്ടർ യൂഗോവിൻ്റെ പാവങ്ങൾ വായിച്ചതോടെ മനസ്സ് മാറി. വിവേകാനന്ദ സാഹിത്യ സർവസം പുതിയ ചിന്തകളിലേക്ക് നയിച്ചു. ശ്രീനാരായണ ഗുരുവിനെ വായിച്ചതോടെ അറിഞ്ഞതിൻ്റെ പരിമിതിയിൽ വീണുരുകി. നിത്യചൈതന്യതിയുടെ പുസ്തകങ്ങൾ പൂവിൽ പൊതിഞ്ഞു വെച്ച ഹൃദയം പോലെ അനുഭവപ്പെട്ടു. ബൈബിളോ ഗീതയോ ഖുറാനോ വായിക്കാനെടുത്താൽ മനുഷ്യൻ എന്ന സംജ്ഞ 100,000 നാദത്തോടെ ചിറകടിക്കുന്നതായി തോന്നുന്നു. അതെ, വായിക്കാത്ത ദിവസം വല്ലാത്ത ശൂന്യത അനുഭവപ്പെടുന്നു. 1000 കാളിദാസന്മാർക്ക് അരബുദ്ധൻ എന്ന ചൊല്ലുകേട്ട് പൊരുളന്വേഷിച്ച് വീണ്ടും വായിക്കാനൊരു പുസ്തകം തിരയുന്നു. തമ്മിൽ കാണാതെ അകലെ ഇരുന്നുച്ചരിക്കുന്ന ഈ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടവർക്കെല്ലാം പാരിതോഷികമെന്ന വണ്ണം ഒരു ചെറിയ കവിത ചൊല്ലിത്തരുന്നു. കവിതയുടെ പേര് പങ്ക്. പറക്കമുറ്റാക്കിളി മുറിവേറ്റലഞ്ഞൻ്റെ മടിത്തടത്തിൽ വീണു ചിറകിട്ടടിക്കുമ്പോൾ മനുഷ്യജന്മങ്ങളിൽ തായ്വഴി താരാട്ടിൻ്റെ പ്രതിധ്വനിക്കായി എൻ്റെ ഉൾക്കുഞ്ഞു പിടയ്ക്കുന്നു.
മുടിനാരുകൾ കീറിക്കെട്ടിയ പാലങ്ങളിൽ മുഖത്തു നീട്ടിത്തുപ്പും ചരിത്രഭൂതോദയം. അരികത്തേതോ പുത്രനജ്ഞാതഹസ്തം കൊണ്ട് കരണത്തടിപ്പിച്ച കഥതൻ വിരാട് രൂപം. കനത്തു കറുക്കുന്ന മേഘഭാണ്ഡമായി വീണുമുടിഞ്ഞ ഗ്രാമങ്ങളിൽ ആസ്ഥാന വിദൂഷകർ ഉറക്കച്ചൊല്ലിത്തന്നതൊക്കെയും പകച്ചോര തിളച്ച സങ്കീർത്തനം. തുറിച്ചു നോക്കുന്നത് ദുരന്ത സിംഹാസനം. അരിച്ചു പെറുക്കുമ്പോൾ മുറത്തിൽ പതിരില്ലാതെനിക്കു കിട്ടുന്നത് നമുക്ക് പങ്കിടാം വരൂ. അരിച്ചു പെറുക്കുമ്പോൾ മുറത്തിൽ പതിരില്ലാതെനിക്കു കിട്ടുന്നത് നമുക്ക് പങ്കിടാം വരൂ, നമുക്ക് പങ്കിടാം വരൂ. നന്മ പ്രാർത്ഥന. ഞാൻ നിങ്ങളുടെ സ്വന്തം പി കെ ഗോപി.